ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയെ കൊല്ലാൻ സൂര്യമംഗലത്തേക്ക് ഗുണ്ടകളെ അയച്ചത് ഇവരാ. ഇവര് സോറി ശേഖരേട്ടാ. സാരമില്ല. സൂക്ഷിക്കണ്ടേ യാമിനി? മനുഷ്യരല്ലേ, ഒരു അബദ്ധമൊക്കെ പറ്റും. നിനക്കിത് എന്തു പറ്റി യാമിനി? ആഹാരം വിളമ്പുന്നത് പ്ലേറ്റിലേക്കാണോ അതോ ടേബിളിലേക്കാണോ? യാമിനിക്ക് എന്തോ വലിയ ടെൻഷൻ ഉണ്ടല്ലോ. എന്താ ചേരാ? പ്രത്യേകിച്ച് കാരണമുള്ളതായി അറിയില്ല. നേരത്തെ ഡിപ്രഷനുള്ള ആളല്ലേ? ഈ കറി വെച്ചത് സെർവന്റ് ആണോ അതോ യാമിനിയാണോ? കറികളൊക്കെ ഉണ്ടാക്കിയത് ഞാനാ. ഇത് ഉപ്പ് കൊണ്ട് കഴിച്ചിരിക്കുക. എരിവ് കൊണ്ടാണെ തൊടാനും പറ്റുന്നില്ല. ശേഖരേട്ടനും പ്രതാപേട്ടനും കഴിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് മാത്രം എന്തൊരു ഉപ്പും കയ്പും. ഉപ്പും എരിവും ഉള്ളത് കൊണ്ട് തന്നെയാ പറയുന്നേ. അല്ലെങ്കിൽ ഇവര് പറയട്ടെ. അത് വിട്ടേ കേസി. എന്ത് കാര്യങ്ങൾ ചെയ്താലും എല്ലായ്പ്പോഴും നന്നാവണമെന്നില്ലല്ലോ. ഞാനത് പറഞ്ഞെന്നല്ലേ ഉള്ളൂ പ്രതാപ. അതിന് ഇവളെന്തിനാ ഇത്ര ദേഷ്യം കാണിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നേ? പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളാ. ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരി നിങ്ങൾ ഒറ്റൊരുത്തിയാ. മര്യാദയ്ക്ക് സംസാരിക്കണം. എന്റെ ആങ്ങളയുടെ ഭാര്യയാണെന്ന് കരുതി ഞാൻ എപ്പോഴും ക്ഷമിച്ചൊന്നും വരില്ല. ആ പരിഗണനെ ഞാനങ്ങ് വിട്ടുകളയും. എന്താ ഇത്? ആരെങ്കിലും ഒരാളൊന്നും ക്ഷമിക്കേ? ഇവള് പറയുന്ന അഹങ്കാരമൊക്കെ കേട്ടില്ലേ പ്രതാപ? ഇതിന് മറുപടി പറയണ്ടേ? നിങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അത് പ്രതാപേട്ടൻ കേൾക്കാൻ എനിക്ക് പറഞ്ഞേ പറ്റൂ. അടങ്ങി നിൽക്ക് യാമിനി. ഏട്ടനോട് ഇരിക്കുന്നത് കണ്ടില്ലേ? യാമിനി വളരെ ശാന്ത സ്വഭാവക്കാരിയായിരുന്നല്ലോ. എന്താ ഇതിപ്പോ ഇങ്ങനെ? പ്രതാപേട്ട, എനിക്കെല്ലാം പറയണം. പ്രതാപേട്ടൻ കേക്ക് എനിക്കെല്ലാം പറഞ്ഞേ പറ്റൂ. യാമിനി, ഇനിയെങ്കിലും ഞാനത് പറയാതിരുന്ന അത് ഈ കുടുംബത്തോട് ചെയ്യുന്ന ദ്രോഹ. അതുകൊണ്ട് എനിക്ക് പറഞ്ഞേ പറ്റൂ. എന്താടി നിനക്കിത്ര പറയാനുള്ള? ഈ ഇരിക്കുന്നതേ എന്റെ കൂടപ്പിറപ്പുകളാ. നീ എന്ത് കള്ളത്തരം വിളിച്ചു പറഞ്ഞാലും ഇവരൊന്നും അത് വിശ്വസിക്കില്ല. വിശ്വസിക്കണം. വിശ്വസിച്ചേ പറ്റൂ. അല്ലെങ്കിലേ എല്ലാവരും ഇവര് കൊല്ലും. ഇവര് ആരെയും കൊല്ലാൻ പഠിക്കില്ല. ഒരു ദുഷ്ടത്തി അവര്. നീ പോടാ അവിടുന്ന്. ഇവരും ഇവരുടെ ഈ വൃത്തിയായിട്ട് മകനും കൂടിയാ ഈ ദുഷ്ടത്തരങ്ങളെല്ലാം ചെയ്യുന്നത്. അമ്മയെ കൊല്ലാൻ സൂര്യമംഗലത്തേക്ക് ഗുണ്ടകളെ അയച്ചത് ഇവരാ. ഇവര് നമ്മുടെ രാജുവിനെ കൊല്ലാൻ ആളെ അയച്ചതും ഇവരാ. ഈ ദുഷ്ട ഇവരൊരു പിശാചാ. ഇവര് ഏതോ കൊട്ടേഷൻകാരോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഇവരൊരു കൊലപാതകയാ. കൊലപാതകി. ഇടി കള്ളം പറഞ്ഞല്ലുണ്ടല്ലോ. ഞാൻ പറഞ്ഞ സത്യ സത്യം.
ഇവരെ നിങ്ങൾ വിശ്വസിക്കരുത്. ഇവരെല്ലാവരെയും കൊല്ലും. നമ്മളെല്ലാവരെയും കൊല്ലും. പ്രതാപ, ദേ, നിങ്ങൾ ആരും ഇത് വിശ്വസിക്കരുതേ. ഇവള് പറയുന്ന മൊത്തം കള്ളാ. ചേച്ചി, പ്രതാപ, നീ എന്നെ അവിശ്വസിക്കരുത് മോനെ. പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ അറിയാലോ എല്ലാം. ആ ഗുണ്ട ലോക്കപ്പിൽ കിടന്ന് ഇടികൊണ്ട് എല്ലാ സത്യം വിളിച്ചു പറഞ്ഞു കാണും. ഹലോ സർ, ഞാൻ SP ആണ്. പറയൂ. പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു സർ. കുറ്റം സമ്മതിച്ചോ? അതെ സർ. അയാൾ തറവാട്ടിൽ രാത്രി കയറിയത് ആരെയും കൊല്ലാനൊന്നുമല്ല, ഒരു മോഷണ ശ്രമമായിരുന്നു. രാജു ഇവന്റെ മുഖം കണ്ടു എന്ന് സംശയത്തിന്റെ പേരിലാണ് അവൻ രാജുവിനെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് കള്ളമൊഴി തന്നത്. ഓക്കെ. എന്താ ഏട്ടാ? തറവാട്ടിൽ കയറിയത് അവൻ തന്നെയാ. അത് പക്ഷേ മോഷ്ടിക്കാനായിരുന്നു. അവൻ തറവാട്ടിൽ കയറി രാജു കണ്ടോന്ന സംശയം കൊണ്ടാ രാജുവിനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പോലീസിന് മൊഴി നൽകിയത്. കേട്ടല്ലോ? സത്യം ഇപ്പൊ പുറത്തു വന്നില്ലേ? ഇവള് പറഞ്ഞ മര്യാദ കേട്ടനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയണ്ടേ? ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ഇവര് ദുഷ്ടയാ, കൊലപാതകി. ഇവരാരെയും കൊല്ലും. കൊല്ലും ഞാവരെ. ഇവര് ഞാൻ യാമിനി, കൊല്ലും ഞാവരെ. അമ്മേ, വിടാൻ.